ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കൊട്ടാരക്കരയിലെ ബാബു ആന്റണിയാണ്. എത്ര നാളായി ഇതേ സ്റ്റൈലിൽ നിങ്ങൾ നടക്കുന്നത്? പണ്ടോട്ടെ സ്റ്റൈൽ നടക്കുമായിരുന്നു. അങ്ങനെയല്ല, വളർത്തിയടിക്ക്. സിനിമയിലേക്കുള്ള അവസരം ആരെങ്കിലും വിളിച്ചിട്ടെന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. മുമ്പ് നമുക്ക് കിട്ടാത്ത പരിഗണനകളൊക്കെ ഇപ്പം കിട്ടുന്നത്. അതാണ് എനിക്ക് വേണ്ടി പള്ളിപ്പോയി കുമ്പസാരിക്കും ചെയ്യല്ലേ ഉണ്ടാവും പാടാ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തതല്ലേ, നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ വലിയൊരു സൂപ്പർ സ്റ്റാർ അല്ലാത്തതുകൊണ്ട് കേട്ടാലും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ വരാൻ കഴിഞ്ഞത്. ഹായ് എവരിവൺ, മൂവി വേൾഡിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കൊട്ടാരക്കരയിലെ ബാബു ആന്റണിയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹായ്, വെൽക്കം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് സന്തോഷം. ബാബു ആന്റണി എന്ന് കേട്ടപ്പോൾ ഞാൻ എന്താ പറയാ, ഭയങ്കര വലിയ വോയിസ് അങ്ങനെയൊക്കെ ആളെന്ന് വിചാരിച്ചത്. ഭയങ്കര ക്യൂട്ടാണല്ലോ. പുള്ളിക്കാരനും അങ്ങനെയാണല്ലോ. ഈ ബാബു ആന്റണിയുടെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് അദ്ദേഹത്തിനെ പോലെ ഡ്രസ്സൊക്കെ ഇടാനായിട്ട് എന്താണ് റീസൺ? എന്താണ് അങ്ങനെയൊക്കെ? പുള്ളിയുള്ള ഇഷ്ടമാണ്, ആ ഒരു ആരാധനയാണ് നമ്മളെ കുട്ടിക്കാലം തൊട്ടുള്ള ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ എല്ലാ മിക്ക പടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ചന്ത, കമ്പോളം, പണ്ടമത്, നാടോടി, അങ്ങനെ പല പൂവിന് പുതിയ പന്തൻ, അങ്ങനെ ഒത്തിരി സിനിമയുണ്ട്. അങ്ങനെ മിക്ക സിനിമകളും കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഇത് പിന്നെ അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഈ ഡ്രസ്സൊക്കെ ലൈക്ക് അതുപോലെ തന്നെ ഉണ്ട് കാണാനായിട്ട്. ഹെയർ ഒക്കെ ആണെങ്കിലും പഴയ ബാബു ആന്റണി അദ്ദേഹത്തെ പോലെ ഉണ്ട് കാണാനായിട്ട്. ഇതപ്പോ എന്നാണ് ഇങ്ങനെ ഒരു മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ കുട്ടിക്കാലത്ത് ക്രിക്കറ്റൊക്കെ കളിക്കുമായിരുന്നു. ആ സമയത്ത് അളിയൻ ഇതേപോലെ പറയുമായിരുന്നു, ഹൈറ്റ് കുറച്ചുണ്ട്, വലിയ എന്നാലും ഉണ്ട്. അന്നേരം പുള്ളി പറയുമായിരുന്നു ഇതേ ബാബു ആന്റണി എന്നൊക്കെ പറയുമായിരുന്നു. അന്നേരം ആദ്യം അങ്ങനെ വിളിച്ച് അങ്ങനെ സംഭവം. പിന്നെ സുഹൃത്തുക്കളുടെ ഇടയിൽ പിന്നെ അതിൽ ഷീജ എന്ന് പറഞ്ഞ ചേച്ചി, സുഹൈലിക്ക, അങ്ങനെ ജയൻചേട്ടൻ, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവരുടെ എല്ലാവരും ഇങ്ങനെ ഭവനണി എന്ന് പറയാം. അങ്ങനെ നമുക്കതിനുള്ള ഭയങ്കര ആവേശമായ ഇഷ്ടമാണ്. പിന്നെ പുള്ളിയുടെ മിക്ക സിനിമകളും കാണാറുണ്ട്. അതിൽ നിന്നൊക്കെയുള്ള ഒരു എന്താ പറയുന്നത്, നമ്മള് അദ്ദേഹത്തെ അത്ര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ ഒരു സുഹൃത്ത്, ശ്യാം എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഉണ്ട്. അദ്ദേഹം പിന്നെ ഒരു വീഡിയോ GP വരുന്ന സുഹൈലിക്ക എടുത്ത വീഡിയോ ആണ്. അതിൻ്റെ എടുത്ത് രണ്ടുകൂടെ ഒരു വീഡിയോ ആക്കിയിട്ട് അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ഒരു ചാനലിൽ നിന്ന് ഇതുവരെ വിളിച്ചായിരുന്നു. ബാബു ആന്റണി ഇയാൾ GP വരുന്ന വീഡിയോ ബാബു ആന്റണി ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാബു ആന്റണി സാർ അദ്ദേഹത്തിൻ്റെ മകനും ഇട്ടിട്ടുണ്ട്. പിന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇയാക്കടെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വൈറലായി, നമ്മളൊരു അറിയാതെ. വൈറലായിട്ട് ഒരു അധികം നാളെ രണ്ടു മൂന്ന് മാസം അല്ലേ? നമ്മളിങ്ങനെ എന്താണ് വൈറലൊക്കെ ഇപ്പൊ ബാബു ആന്റണി കറക്റ്റ് അതേ സമയത്തില് ഒരാള് റീസെന്റ് ഒരു സിനിമയിൽ ഇതുപോലെ ബാബു ആന്റണി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ RDX-ല്. അപ്പൊ നമുക്ക് ഭയങ്കര ബാബു ആന്റണിയെ കാണാൻ വേണ്ടിട്ടാണ്. കുറെ നാൾക്ക് ശേഷമാണ് ആ സിനിമ. ബാബു ആന്റണി സാറിന്റെ നഞ്ചക്ക് ഇറക്കുന്നുണ്ട് ചേട്ടന്റെ മോൻ കൊച്ച. അവൻ ഭയങ്കരമായിട്ട് നഞ്ചക്ക് ഇറക്കും. അത് ഈ പുള്ളി 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷെ പുള്ളി, ഞാൻ ഈ ബാബു ആന്റണി സാറിനുള്ള ഇഷ്ടം അവന് ഈ ചെറുപ്രായത്തിൽ അതിനേക്കാളും ഇഷ്ടമായി. അവൻ നഞ്ചക്കൊക്കെ ഇറക്കും. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ട്, കാശി എന്നാണ് കുഞ്ഞിൻ്റെ പേര്, സുഹൃത്തിൻ്റെ മകനാണ്. ഒരു ദിവസം സുഹൃത്ത് ഇതേലെ വിളിച്ചായിരുന്നു. മകൻ ഇതേലെ കാണണമെന്ന് പറഞ്ഞ് ഒന്ന് വരുമോ എന്ന് ചോദിച്ച്. നമ്മളുടെ ജീപ്പിലൊക്കെ വന്നിറങ്ങുന്ന ബൈക്കിലൊക്കെ വരുന്ന വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരനൊരു ഇതായി. അന്നേരം ഇതേലെ ഒരു ഉത്സവമായിരുന്നു. അന്നേരം നമ്മളന്നേരം പോകാൻ പറ്റാത്തൊരു സാഹചര്യം. അന്നേരം ഇപ്പം ചെന്നൈ പറ്റുമെന്ന് കൊച്ചു വെച്ചാൽ അത് ചെന്നൈ പറ്റുമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ എന്തായാലും നമ്മളത് അങ്ങനെ ഒരാൾ പറയാൻ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചെല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലേ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആഹാരം പോലും കഴിക്കാതെ ഇരിക്കുവാണ്, നമ്മളെ കണ്ടിട്ട് ആഹാരം കഴിക്കത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ ഒരു 6-7 മണിയായി വൈകുന്നേരം. അന്നേരം അത്രയും നേരം ഉച്ചയ്ക്ക് പോലും ആഹാരം കഴിക്കാതിരുന്ന് നമ്മൾ ചെന്നിട്ടാണ് ആഹാരം കഴിച്ചത്. പിന്നെ ക്ഷേത്രത്തിൽ അവിടെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ തിരിച്ചു വരാൻ ദിവസം കരഞ്ഞ് അവന് നമ്മളെ വിട്ടുവരികയുള്ളൊരിത്. പക്ഷെ അവൻ്റെ മനസ്സിൽ നമ്മളുടെ ബാബു ആന്റണി സാറിനുള്ള ഇഷ്ടം ആ ജീപ്പും ബുള്ളറ്റൊക്കെ കണ്ടപ്പോൾ ആ രൂപത്തിലേക്ക് മാറി.
അതൊക്കെ ഭവനലി സാറിനുള്ള ഇഷ്ടമാണ് നമുക്കും അതൊരു ചെറിയ ഇതായിട്ട് മാറിയത്. ശരിക്കും പറഞ്ഞാൽ പ്രായമില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ പുതിയ RDX തന്നെ ഇറങ്ങിയപ്പോ തന്നെ നമ്മളൊക്കെ എന്റെ പ്രായത്തിലുള്ള എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ആളെ കാണാനും കൂടിയിട്ടൊക്കെയാണ് നമ്മൾ പോയിരുന്നത്. കുറെ നാൾക്ക് ശേഷമാണ് ഒരു സിനിമ കാണുന്നത്. ഇപ്പൊ വൈറലായിട്ട് നിൽക്കുകയാണ് അല്ലേ, കൊട്ടാരക്കര മൊത്തം അറിയാം. അപ്പൊ അല്ലെ കറക്റ്റ് കൊട്ടാരക്കര തന്നെയല്ലേ? കൊട്ടാരക്കര പുത്തൂരാണ് അല്ലേ? പുത്തൂര് ഇടവട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് നമ്മുടെ ക്ലബിൽ നിന്നൊക്കെ ഉള്ളൊരു സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് പറയുന്നു നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഈ ഒരു ഇപ്പത്തെ ഒരു ലെവല് കണ്ടിട്ട്? ആദ്യമൊക്കെ ഏത് സംഭവം നമ്മൾ എന്തോത്തിന്റെ ഒരു തുടക്കത്തിലായാലേ വേറെ പണിയൊന്നും ഇല്ല എന്ന് പറയും. പക്ഷെ ഈ പറയുന്നവര് തന്നെ ഇപ്പൊ ഈ ഭവനലി സാർ ഈ വീഡിയോ ഒക്കെ ഇട്ട് വയറല അവന്റെ അടുത്ത് അന്ന് ഞാനാ ആദ്യം പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നു എന്ന്. ഇപ്പൊ അന്ന് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലയോ, ഈ പുള്ളി ജീവിതത്തിൽ പറഞ്ഞിട്ട് പോലും കാണത്തില്ല. നെഗറ്റീവ് അടിക്കുന്ന പുള്ളിയായിരിക്കും ഈ പോസിറ്റീവിലേക്ക് വന്നത്. അത് ലോകത്ത് എല്ലാവരെയും കാര്യത്തില്ല. അന്നേരം അത് അതിന്റെ ഒരു അംശം നമ്മുടെ ഭാഗത്തും വന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ കളിയാക്കൽ ഉണ്ടായിട്ടുണ്ടാവോ? തുടക്കത്തിൽ ഉണ്ടായിരുന്നോ? ഇപ്പൊ നമ്മൾ ഇതുപോലെ മേക്ക് ഓവർ തുടങ്ങുമ്പോഴേ അതുപോലെ നടക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇപ്പോഴും ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവൻ ഈ വെയിലത്ത് 2 കോട്ടൊക്കെ ഇട്ടത്. പക്ഷെ എനിക്ക് ഈ 2 കോട്ടിട്ടാലും ഇല്ലേലും ഇത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കലാകാരനാണ്, വലിയൊരു ആർട്ടിസ്റ്റാണ് ഭവനലി സാർ. അദ്ദേഹം നമ്മളെ മനസ്സിലാക്കി അറിഞ്ഞു, അദ്ദേഹം കാണാനുള്ള അവസരം ഒരുക്കാന്ന് പറഞ്ഞു. അന്നേരം തീർച്ചയായിട്ടും 2 അല്ല ഒരു 4 കോട്ടിട്ടാലും നമുക്ക് വിഷമമൊന്നുമില്ല. കൊട്ടാരക്കരയിൽ ഒരു സാധാരണ എന്താ പറയുന്ന പുത്തൂര് ഇടവട്ടം എന്ന് പറഞ്ഞ സാധാരണ സ്ഥലത്തുള്ള നമ്മളെ അത്യാവശ്യം ഇപ്പൊ ഇവിടെ തന്നെ വരാൻ ഇടയാക്കിയത് ചിലപ്പം ഈ ഒരു 4 കോട്ടൊക്കെ ഒരു സംഭവമായിരിക്കും. അത് ഭവനലി സാർ പോസ്റ്റ് ചെയ്തോണ്ടാണ്. അതിനകത്ത് അതൊരു ഭാഗ്യമായിട്ട് വരുന്നു. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു 2 കോട്ടൊക്കെ. പിന്നെ ഒരു ആ ലുക്ക് പിടിച്ച് നടക്കുന്നത് കൊണ്ട് അങ്ങനെയാന്ന് വിചാരിച്ചു. അപ്പോ ബാബു ആന്റണി സാർ അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റോറി ഇടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ആൾ അംഗീകരിക്കുന്ന പോലും പ്രതീക്ഷിച്ചിട്ടില്ല. പുള്ളിയെ കുറിച്ച് പുള്ളി പണ്ട് നമ്മുടെ ചെറുപ്പത്തിലെ കേട്ട കഥയാണ്. പുള്ളി ഈ ആരാധകരെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ആരാധകരെ കാണാൻ വേണ്ടി പുള്ളി കിലോമീറ്ററോളം സഞ്ചരിച്ച് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. അന്നേരം വേറെ ആരായപ്പോലും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ചേർത്ത് പിടിക്കുമെന്ന്. പുള്ളി ആയതുകൊണ്ടാണ്, വലിയ മനസ്സാണ്. അതെ, തീർച്ചയായിട്ടും. അതെ. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെ എത്തി ഈ ഒരു വീഡിയോ ക്ലിപ്പ്? അവിടെ ഒരു അമ്മണി എന്ന് പറഞ്ഞൊരു അമ്മയുടെ കാര്യം പറഞ്ഞില്ലേ, ആ അമ്മ വീടൊക്കെ നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ ഒരു വക്കിൽ നിന്നൊരു സമയം. അന്നേരം ഞാനായിരുന്നു നമ്മളതിനെ രക്ഷപ്പെടുത്തി. അന്നേരം എൻ്റെ 50 രൂപ അന്നുള്ളായിരുന്നു. അത് അമ്മ ഒരു ചെറിയൊരു ഷെഡൊക്കെ വെച്ചിട്ട് താമസിക്കാൻ വേറെ ആളുടെ വസ്തു വരുന്നത് അത് പൊളിച്ച് കളയേണ്ടി വന്ന്. അന്നേരം അവിടുത്തെ നിയമപാലരൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരൊക്കെ അത് പൊളിച്ച് മറ്റൊരാളുടെ വസ്തു അങ്ങനെ പൊളിച്ച് കളഞ്ഞ ഈ അമ്മയ്ക്ക് എങ്ങോട്ടും കയറിപ്പോയുള്ള ഒരു ഇതില്ലല്ലോ. ഒരു മരണത്തിന്റെ വക്കിലായിരുന്നു. ആ സമയത്താണ് ഞാൻ വിചാരിതമേ അതുവഴി വരുന്ന ആ അമ്മയുടെ അവസ്ഥ അമ്മയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത്. അങ്ങനെ അമ്മയ്ക്ക് അന്നേരം എൻ്റെ 50 നമ്മൾ ഈ 2 കോട്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മയും വിചാരിച്ച് ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 50 രൂപ കയ്യിലുള്ളായിരുന്നു. ബൈക്കിനകത്ത് എണ്ണ അടിക്കാനുള്ള 50 രൂപയായിരുന്നു. ആ 50 രൂപ കൈ വെച്ചുകൊണ്ട് നമ്മളന്നേരം പൈസയുടെ ആ ഒരു സംഭവം നോക്കത്തില്ല. അമ്മ ഒരിക്കലും ഒരു 65 വയസ്സുള്ള അമ്മ മരണത്തിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, വീട് നഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വെക്കാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മ അത് വിശ്വസിച്ചു. പക്ഷേ പിന്നെ നമുക്ക് അമ്മയെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ലേ. സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളെ ഒരുപാട് പേരെ കണ്ടെത്തി, ഒരുപാട് പേരുടെ സഹായത്തിൽ അമ്മയ്ക്ക് ആ 3 സെന്റ് വസ്തു അത് റെഡിയാക്കി. അതിനകത്ത് ഇപ്പോൾ അടുത്ത മാസം അതിൻ്റെ പാലാച്ച. അന്നേരം ആ ഒരു സമയത്താണ് അതിനുവേണ്ടിയുള്ളൊരു കഷ്ടപ്പാട്. ആ വീഡിയോ അവിടുത്തെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സുഹൃത്താണ് ഈ ഭവനലി സാറിനെ. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ക്ലിപ്പോടെ വണ്ടി വരുന്ന ക്ലിപ്പ് ഇതോടെ കോർത്തിണക്കി ഒരു വീഡിയോ ഇട്ടത്. അതിലെ ആ വണ്ടിയുടെ ക്ലിപ്പാണ് ഭവനലി സാറിൻ്റെ എങ്ങനെ കിട്ടിയത് പോസ്റ്റ്. അന്നേരം എല്ലാം ഈ അമ്മിണിയമ്മയുടെ ഒരു അനുഗ്രഹമാണെന്ന്, അവരുടെ മനസ്സിന്റെ ആ അമ്മയുടെ പ്രാർത്ഥനയാണെന്ന്. ലോകത്തിലെ ഏറ്റവും വലുത് അമ്മ അച്ഛനുമാണല്ലോ. അത് ആ ഒരു പ്രാർത്ഥനയാണെന്ന് കരുതുന്നു. ഒരാളെ സഹായിച്ചാൽ അതിനുള്ള ഒരു ഫലം കിട്ടും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തതല്ലോ, നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഇതെന്താ പറയുന്നത്, ദൈവത്തിന്റെ ഒരു അതിനുവേണ്ടി അത്രത്തോളം കഷ്ടപ്പാടുണ്ടായിരുന്നു. അന്നേരം ആ കഷ്ടപ്പാടിന്റെ ഫലമായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ ഒരുപാട് സുഹൃത്തുക്കളും കൂടെ സഹായിക്കാനുണ്ടായിരുന്നു. അവരെ കണ്ടെത്തി അങ്ങനെ ചെയ്തത്. എന്തായാലും അതിന്റെ ഒരു ഇതായിട്ട് ഇപ്പൊ ഭവനലി സാറിന്റെ ഒരു ഇത് അത്യാവശ്യം എല്ലാവരും അറിഞ്ഞ്. ഇപ്പൊ അമ്മിണിയമ്മ ഹാപ്പിയാണ്. അമ്മിണിയമ്മ ഭയങ്കര ഹാപ്പിയാണ്. വിളിക്കാറൊക്കെ ഉണ്ടോ? എപ്പോഴും വിളിക്കാറുണ്ട്. നമ്മള് ഇന്നലെയൊക്കെ അവിടുത്തെ പണിയായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ അമ്മിണിയമ്മയോട് പറഞ്ഞോ നമ്മളിങ്ങനെ പോവാന്നൊക്കെ? പറഞ്ഞു. അമ്മിണിയമ്മയും ഭയങ്കര ഇതാണ് ഭവനലി സാറിന്റെ രീതിയിലേക്ക് നമ്മള് അങ്ങനെ. അതാണ് ഇപ്പൊ കൊട്ടാരക്കരയിലൊക്കെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആണോ? ഭവനലി സാറിന്റെ ഞാനിവിടെ നിൽക്കുന്ന പഴയ 90 കാലഘട്ടത്തിലെ ആ ഒരു ഫോട്ടോ ഭവനലി സാറിന്റെ എന്നോട് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ അവിടെ. ഇതെല്ലാം നമ്മുടെ ഒരു ഭാഗ്യമല്ലേ? അതെ, തീർച്ചയായിട്ടും നല്ല ഭാഗ്യമാണ്. വീട്ടിലെ അഭിപ്രായം എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ? വീട്ടില് എല്ലാവർക്കും പിന്നെ സന്തോഷമാണ്. പിന്നെ
വീട്ടുകാരെല്ലാരും ബാബു ആന്റണി സാറിന്റെ ഫാൻസ് ആണോ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഭയങ്കര കടുത്ത ആരാധകരാണ്. ഇപ്പൊ ആ നാട് മുഴുവൻ ഈ അമ്മിണിയമ്മയുടെ ആ ഒരു പാലുകാച്ചിന് പോലും ബാബു ആന്റണി സാർ എത്തുമോ എന്നുള്ളൊരു ആകാംക്ഷ നിൽക്കുവാണ്. പക്ഷെ സാറിന് എത്താൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം, സാർ അത്ര തിരക്കിലാണ്. അന്നേരം എന്താ പറയുക, ആ നാട് മുഴുവൻ ബാബു ആന്റണി സാറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ബാബു ആന്റണി സാറിനെ കണ്ടിട്ടുണ്ടോ? അല്ല, ബാബു ആന്റണി സാറിനെ ഇന്നലെ കണ്ടിട്ടില്ല. അന്നേരം ഇപ്പൊ ഈ വരുന്ന ഉടനെ തന്നെ ബാബു ആന്റണി സാറിനെ കാണാനുള്ള അവസരം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു സിനിമയൊക്കെ അഭിനയിക്കാൻ പറ്റട്ടെ ലാലിന്റെ ഒപ്പം. അദ്ദേഹത്തിനോടൊപ്പം ഒരു ക്ലിപ്പായാലും ഒരു ഷോട്ടിലായാലും നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നടക്കും, തീർച്ചയായിട്ടും നടക്കും. ഇപ്പൊ ഈ വൈറലാവുന്നതിന് മുന്നേ മിമിക്രി ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ മിമിക്രി? സിനിമയുള്ള നമ്മൾ എല്ലാവർക്കും സിനിമ ഇഷ്ടമാണല്ലോ, അതിന്റെ മിമിക്രി ഇഷ്ടമാണ്. മിമിക്രി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് സിനിമയിലൊക്കെ ഉള്ളൊരു ഇഷ്ടമാണല്ലോ. അതെ അതെ. കുറെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റുകളിലൊക്കെ. സുധിയണ്ണനെ, കൊല്ലം സുധിയണ്ണന്റെ ഒക്കെ സമിതിയില്, സുധിയണ്ണൻ കൊല്ലത്ത് വോഡഫോൺ കോമഡി സ്റ്റാർസ് ലാഫ്റ്റർ കേരളയില് എന്ന് തോന്നുന്നു സുധിയണ്ണൻ കളിച്ചു. ആ സമയത്തൊക്കെ സുധിയണ്ണന്റെ കൊല്ലത്തെ ശശാങ്ക ചേട്ടനെ കളിച്ച സമിതി ഉണ്ടായിരുന്നു, കൊല്ലം ഒമേഗ. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അത്രയോ വർഷങ്ങൾക്ക് അതിനകത്തായിരുന്നു. പിന്നെ ഓരോരുത്തരോട് ഇങ്ങനെ മാറി കഴിഞ്ഞൊക്കെ ചെയ്ത്. ഇപ്പൊ ഈ വൈറലായി കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെ അവസരങ്ങളാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? വൈറലായതിനു ശേഷം നമ്മുടെ തൊട്ടടുത്ത് ഉള്ള ക്ഷേത്രത്തിൽ വരെ നമുക്ക് പ്രോഗ്രാം തരാൻ മടിച്ചിരുന്നവർ പോലും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ വിളിച്ചിട്ട് പറഞ്ഞ് ഈ വിഷുവിൻ്റെ ആ സമയത്ത് ഞങ്ങൾ നോട്ടീസൊക്കെ അടിച്ച് എന്നാൽ പോലും നിങ്ങളുടെ ഒരു പ്രോഗ്രാം വെക്കുക, ബാബു സുജിത്ത് വരണമെന്നാണ്. അങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ സെറ്റായി. പിന്നെ കുറേ പ്രോഗ്രാമുകളുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ പുറത്തോട്ടിറങ്ങുമ്പം നമ്മുടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമല്ലേ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഒരു ഉദ്ഘാടനത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ കൊട്ടാരക്കല്ലേ, കമ്പ്യൂട്ടർ സെന്ററിന്റെ ഗസ്റ്റ് ആയിട്ട്. പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു രീതിയിലേക്ക് എത്തുമെന്നുള്ളത്? പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷിക്കാത്ത വല്ല സംഭവമൊന്നും അല്ലല്ലോ നമ്മള് സാധാരണക്കാരനെ നമുക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്നെപ്പോലുള്ള പ്രതീക്ഷിക്കാത്തവർക്കൊക്കെ പലതും നടക്കും എന്നുള്ളതൊരു. ഈ ഹെയർ ഒക്കെ അപ്പം മുടി വെട്ടാറില്ല? ചെറുതായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെട്ടും. ഇതാണോ സ്റ്റൈൽ എപ്പോഴും യൂസ് ചെയ്യുന്നത്? എത്ര നാളായി ഇതേ സ്റ്റൈലിൽ നിങ്ങൾ നടക്കുന്നത്? പണ്ട് തൊട്ട് സ്റ്റൈൽ നടക്കുമായിരുന്നു. ആണ്. മുടി വളർത്തി നമ്മളിങ്ങനെ സ്പോർട്സിനോട് ക്രിക്കറ്റിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് പരിപാടി എന്താണ്? ഇനി ഷോജനം തമ്മിലിന്റെ പ്രോഗ്രാം ഉണ്ട്. പിന്നെ സിനിമയിലേക്കുള്ള അവസരം ആരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ബാബു സുജിത്ത് എന്നല്ലായിരുന്നു പേര്. അപ്പൊ ഈ ബാബു ആന്റണിയുടെ ബാബു അല്ലേ? തീർച്ചയായിട്ടും ആണ്. അപ്പൊ എല്ലാവരും അറിയപ്പെടുന്ന ഇങ്ങനെ ബാബു സുജിത്ത് എന്നല്ല എല്ലാരും വിളിക്കുന്നത്? ബാബു സുജിത്ത് ആണല്ലേ. ഇപ്പൊ നാട്ടിലൊക്കെ കുറെ ഫാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ആ ഫാൻസ് കാണുമല്ലോ, നമ്മളെ ഇപ്പൊ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവുമല്ലേ, അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ എന്താ ഇപ്പൊ തോന്നുന്നത്? ഭയങ്കര എന്താ പറയുന്നത്, നല്ല സന്തോഷമായില്ലേ സമയത്ത്. എടാ ദൂണ്ട പോയിടാ നമ്മുടെ ബാബു സുജിത്ത് ബാബുവിന്റെ അവരെന്ന് പറയുന്നത് എന്തെങ്കിലും പറയുമ്പോഴേ നമ്മളിപ്പം കണ്ടിട്ട് നമ്മൾ ചിലപ്പം അവർ അങ്ങോട്ട് പോയപ്പോഴും നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ തിരിച്ചു വരും. ബൈക്കിനകത്ത് അങ്ങോട്ട് പോയാലേ ആ ചേട്ടാ നമസ്കാരം എന്ന് പറയും. കാരണം ഒരാളെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടാറുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇതിന് ശേഷം. മുമ്പ് നമുക്ക് കിട്ടാത്ത പരിഗണനകളൊക്കെ ഇപ്പം കിട്ടുന്നത്. അതാണ്. ബാബു ആന്റണി സാറിന്റെ ഏത് പടമാണ് ഇഷ്ടം? ഏത് ഫിലിം ഏറ്റവും ഇഷ്ടം? ബാബു ആന്റണി സാറിന്റെ ഏത് പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഫിലിം എല്ലാം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നാടോടി. പുള്ളിയുടെ പടം, പുള്ളി നായകനായിട്ടുള്ള പടം ചന്ത, കമ്പോളം എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സുൽത്താൻ എന്ന കഥാപാത്രമൊക്കെ സൂപ്പറാണ്. അതുപോലെ മിക്ക കഥാപാത്രം, രാജധാനി, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അന്നേരം ഈ നാടോടി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അതൊരു പ്രത്യേകതരം അഭിനയമാണ്. ജാക്സൺ എന്താ പറയുന്നത്, സോഫി എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമല്ലേ. ലാലേട്ടമുണ്ട്, സുരേഷ് ഗോപി സാറുണ്ട്, നല്ലൊരു കോംബോയാണ്. NM പിള്ള സാറുണ്ട്, ജഗദീഷ് ചേട്ടൻ. സൂപ്പർ. നല്ല അതിനകത്ത് ജാക്സൺ എന്ന കഥാപാത്രം സെറ്റാണ്. നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ രണ്ട് ബാബു ആന്റണി സാറിനെയും ബാബു സുജിത്തിനെയും ഒരൊറ്റ ഫ്രെയിമിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു മിമിക്രി ചെയ്യല്ലോ, അപ്പൊ നമുക്ക് വേണ്ടിയിട്ടൊരു മിമിക്രി കാണിക്കാമോ? ആദ്യം എന്താ ചെയ്യാൻ പോണേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഞ്ചാബി ഹൗസ് സിനിമയുണ്ടല്ലേ, ബോട്ട് ചോദിച്ചുകൊണ്ട് കൊച്ചിങ്ങനെ ഫേക്കയും ഹരിശേഷവൻ ചേട്ടനും ദിലീപേട്ടനോട് പഞ്ചാബികളുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഗുസ്തി മത്സരം നടക്കുവാണ്. അങ്ങോട്ട് ബോട്ട് ചോദിക്കാൻ പറ്റുന്ന സംഭവം അന്നേരം ജനാർദ്ദൻ ചേട്ടൻ്റെ ആ ഒരു സംഭവമാണ്. അങ്ങനെയല്ല വളർത്തിയടിക്ക് എന്ത് സർദാർജി ബോട്ട്. എടാ ഇവിടെ ബോട്ടുമില്ല, ബോട്ടിലുമില്ല. കാശ് ചോദിച്ച ആളെ ചമതി എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബല്ല, കേരളമാണ്. വേഷിക്കഴിഞ്ഞാൽ കടപ്പുറമിളകും, തട്ടിക്കളയൂന്നല്ലേ. എട്ടപ്പോ സർദാർജി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല.
ആ അച്ഛൻ ഒരു തവണ പറഞ്ഞേ ബോട്ടി വെച്ച് പാപം മറന്നുപോയതാ. എടാ നീ പറയും നിനക്കറിയില്ല ചങ്കൽ പഞ്ചാബികളുടെ ശക്തി എന്താണെന്ന്. ചുടയുണ്ടെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങ്, എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ അടിച്ചു വളർത്ത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ബോട്ട് ഞാൻ വെറുതെ തരാം. അപ്പൊ കാശ അതും വെറുതെ തരാം. എന്ത് ധൈര്യം ചോർന്നു പോയോ? ജീവിതത്തിലെ ഒരു സംഭവമായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടി എസ് രാജു സാറില്ലേ ജോക്കർ സിനിമയിലെ അന്നേരം ഇടയ്ക്ക് സോഷ്യൽ മീഡിയ കൂടെ അദ്ദേഹം മരിച്ചു എന്നൊരു വാർത്തയുണ്ട് നമ്മുടെ പോസ്റ്റ് ഇട്ട ഒരു സംഭവം. അന്നേരം ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ടി എസ് രാജു സാർ ജീവനോടെ ഉണ്ട്, എന്നിട്ട് അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തയായിരുന്നു. അത് അദ്ദേഹം പറയുന്ന സംഭവം. രമേശ ഞാൻ ചത്തിട്ടൊന്നുമില്ല കേട്ടോടാ, കേട്ടോ. നീ എനിക്ക് വേണ്ടി പള്ളിപ്പോയി കുമ്പസാരിക്കും ചെയ്യല്ലേ. ദൈവമോ ഉണ്ടാവും, വാടാ ഒരു പുസ്തകം വാടാ, കയറി വാടാ എന്ന് പറഞ്ഞൊരു സംഭവം. പിന്നെ പുള്ളിയുടെ ഒരു ട്യൂണിനകത്ത് കുറേ സംഭവം രമേശ ഞാൻ ചത്തിട്ടൊന്നുമില്ല കേട്ടോടാ, കേട്ടോ പറഞ്ഞിട്ടൊക്കെയുള്ള ഒരു കുറേ സംഭവങ്ങളുണ്ട്. നൈസായിട്ടുണ്ട്. ഇനി നമ്മുടെ ബാബു ആന്റണി സാറിന് ചെയ്യും. ഭവനി സാറ് പിന്നെ ജാക്സൺ അത് പുള്ളി പറഞ്ഞല്ലേ, ചതി യുദ്ധങ്ങളുടെ നിയമശാസ്ത്രത്തിൽ ചതിയൊന്നുമില്ല മിസ്റ്റർ ശിവൻ, തന്ത്രങ്ങൾ മാത്രമേയുള്ളൂ. സോഫി മരിക്കേണ്ടി വന്നാലും ജാക്സനോടൊപ്പം ജീവിക്കില്ലെന്ന് എന്നും ശാഠ്യം പിടിച്ചവൾ. ഗുഡ് ബൈ. അടിപൊളി. കുറെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തില്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്തതിൽ ഏതാ ഇഷ്ടം? ചെയ്തതിൽ മിക്ക ഷോകളും ഇഷ്ടം. ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മുടെ ഭാസ്കർ ലാലേട്ടൊക്കെ ഇല്ലേ, പിന്നണി പാട്ട് ഭാസ്കർ ലാലേട്ട്, അതിലെ ഷാനവാസ്, പുള്ളിയൊക്കെ വലിയ പ്രോഗ്രാം ചെയ്യും. അവരുടെ കൂടെ ഒക്കെ നമുക്ക് ഈ ഇടയ്ക്ക് ഇപ്പം ഈ എറണാകുളത്ത് തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പൊക്കെ വന്നു. അന്നേരം ബാബുആന്റണി സാറിന്റെ ഒരു എൻട്രി ബുള്ളറ്റിനകത്ത്, അന്നേരം പോലീസുകാരൊക്കെ SI ഒക്കെയാണ് നമുക്ക് ഇങ്ങനെ വഴിയൊക്കെ മാറുന്ന ലൈറ്റൊക്കെ ഇട്ട് തന്ന ബുള്ളറ്റിന്റെ. അന്നേരം നിയമപാലകരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അന്നേരം ആ ബുള്ളറ്റിനകത്ത് അവിടെ വന്നിറങ്ങിയപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് കൈയടിയായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഭാസ്കർ ലാലേട്ടനൊക്കെ പറയും, ഞങ്ങൾ അത്രയും നേരം പരിപാടി ചെയ്തൊക്കെ പിന്നെ നിന്നിലേക്ക് മാറി സെൽഫി എടുക്കാനൊക്കെ മൊത്തം ആൾക്കാരും നമ്മുടെ എൻട്രിക്ക് ശേഷം നമ്മുടെ കൂടെ വന്ന്. അന്നേരം പുള്ളി കഴിഞ്ഞ ഷോയിൽ അത് ഭാസ്കർ ലാലേട്ടൻ പറഞ്ഞു, അത് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു വേദിയായിരുന്നു. എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വേഴ്സ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും? അല്ല, നമ്മൾ വലിയൊരു സൂപ്പർ സ്റ്റാർ അല്ലാത്തോണ്ട് കേട്ടാലും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ. അല്ല, നമ്മളെ കൂടുതൽ നമ്മുടെ ഇഷ്ടമുള്ള ഒരാൾ നമ്മൾ നെഗറ്റീവ് പറയത്തില്ല, ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കും നെഗറ്റീവ് പറയുന്നത്. അന്നേരം അതിന്റെ അപ്പുറത്ത് നിന്ന് ഒരാളെങ്കിലും പോസിറ്റീവ് പറയുന്നത് അങ്ങോട്ടങ്ങ് പോകാം, പോസിറ്റീവ് പറഞ്ഞാലൂടെ പോസിറ്റീവിനൊപ്പം പോകും. എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ആക്റ്റീവ് ആണോ? അത്യാവശ്യം കുഴപ്പമില്ല. ആരും തല്ലിയിട്ടുണ്ടോ? തല്ലിയിട്ട് നമ്മള് പിന്നെ നമുക്കൊരു പ്രായത്തിലൊക്കെ നമുക്ക് തല്ലാനിരിക്കാനൊക്കെ തോന്നില്ലേ? ചെറിയൊരു അങ്ങനെ വഴക്കിനൊന്നും പോകത്തില്ല. ഇല്ല. പിന്നെ നമ്മള് പിന്നെ കരോട്ട് അവിടെ ഷാജഹാൻ സാർ പഠിപ്പിക്കുന്നുണ്ട്, ഡോക്ടർ ഷാജഹാൻ, ഡോക്ടറേറ്റ് കിട്ടിയതാ പുള്ളി. സാറ് പഠിപ്പിക്കുന്ന മാത്സിൽ ചെറുതായിട്ട് പഠിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ചെറുതായിട്ട്. ഓക്കെ, ഒരു ടാസ്ക് എടുക്കാം നമുക്ക്. നമ്മുടെ ഈ പരിപാടിനെ കുറിച്ചിട്ട് ബാബുആന്റണി സാറില്ലേ, അദ്ദേഹത്തിന്റെ സൗണ്ടിൽ ഒന്ന് പറയണം. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ വരാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് വർഷയെ പോലെ ഇത്രയും നല്ല മിടുക്കിയായ ഒരു ആങ്കർ. ഞാൻ ഒരുപാട് പേരെടുത്ത് ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിനിമാ ഫീൽഡിലായപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലേ, അവരിൽ നിന്നൊക്കെ ഒരുപാട് ബെറ്ററാണ് വർഷ. എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഞാനിപ്പോൾ എറണാകുളത്ത് വരാനും ഈ ഒരു ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ കഴിഞ്ഞത്, ഞാൻ ഇത്രയും നാൾ പങ്കെടുത്തിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂവിൽ വെച്ച് ഏറ്റവും നല്ല സൂപ്പർ, എൻ്റെ കരോട്ടയെ പോലെ മാർഷൽ ആർട്സ് പോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ശാന്തനാണോ? കരോട്ടയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ എത്ര പ്രകോപനങ്ങൾ ഉണ്ടായാൽ പോലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ പോലും അറ്റാക്ക് ചെയ്യത്തില്ല. പരമാവധി നമ്മൾ ക്ഷമിക്കാം. അതിനുശേഷം അങ്ങനെയാവോ? പെട്ടെന്ന് പ്രൊവോക്ഡ് ആവുന്ന ആളാന്ന് വിചാരിക്കാം. ആള് കരാട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാല് കുറച്ച് ക്ഷമിക്കാൻ പഠിക്കുമോ? അത്യാവശ്യം ഇതിനകത്ത് പഠിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടല്ലോ, കരാട്ട നമ്മള് ആയോധന കലകൾ നമ്മള് അറിയുന്നുണ്ടെങ്കിൽ മറ്റൊരാളെ നമ്മൾ പെട്ടെന്ന് പ്രയോഗിക്കരുത്. അത് ഏറ്റവും ഇഷ്ടം ബുള്ളറ്റ് ഓടിക്കാനാണോ? ബുള്ളറ്റ്, ജീപ്പൊക്കെയാണ്. അതൊക്കെയാണ് മെയിൻ. പണ്ടത്തെ ആ മോഡ് അല്ലേ? ഞാൻ DP കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ബാബുആന്റണി സാറല്ലേ ഇത്, അങ്ങനെ വിചാരിച്ചു. കറക്റ്റ് സിമിലാരിറ്റീസ് ഉണ്ട് അതില് പണ്ടത്തെ. ഇനിയിപ്പോ നെക്സ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് സാറിനെ കാണുക, സാറായിട്ട് കുറച്ചു നേരം സംസാരിക്കുക,
അല്ലേ? അതൊക്കെ തന്നെയല്ലേ സാറിനെ കാണുമ്പോ എന്താ പറയുന്നത്, ഇപ്പൊ സാറ് വാതിൽ തുറന്ന് വന്ന് എന്തായിരിക്കും തോന്നുന്നത്? എന്താന്ന് പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ സാറിനെ കാണുമ്പോൾ ഞെട്ടലുണ്ടാവൂല്ലേ, സാറിനെ ഒന്ന് കെട്ടിപ്പിടിക്കണം, ഭയങ്കര ആഗ്രഹം. സാറിന്റെ അടുത്ത് പിന്നെ സാറിനെ തന്നെ നോക്കി ഒരു 5 മിനിറ്റ് നിൽക്കണം. എത്ര നാളായി ശരിക്കും സാറിനെ ഇങ്ങനെ ആരാധിക്കുന്നത്? പണ്ട് തൊട്ടേ സാറിനെ ഇഷ്ടമാണ്. പിന്നെ എല്ലാരും ഭവനടി വണ്ടി നമ്മളെയും പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരുന്നു. അപ്പൊ കണ്ടു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് പോയി കെട്ടിപ്പിടിച്ച് നോക്കിയൊക്കെ നിന്ന് പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമാണ്. ഇപ്പം കാണുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹം ആയിട്ട് പോസ്റ്റ് നമ്മളെ കാണാന്ന് പറഞ്ഞത് ഒക്കെ കാണുന്നതിന് തുല്യമാണ്. അദ്ദേഹം കാണുകയും കൂടെ ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കാന്ന് പറഞ്ഞത് അന്നത്തെ ഒരു സംഭവം ഭയങ്കര കാര്യമാണ്. ഇതിനിപ്പോ ഒരു അംഗീകാരം ശരിക്കും കിട്ടാനില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. ഇനിയും കിട്ടട്ടെ അവസരങ്ങൾ, ഇനിയും വീഡിയോസ് ഇട്ട് വൈറലാവട്ടെ. എനിക്ക് ഇനിയും എടുക്കാൻ പറ്റും, ഇനിയും എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം. തീർച്ചയായിട്ടും. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ സാധാരണക്കാരനെ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരായാൽ പോലും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇനിയും എന്താണ് ഇപ്പൊ കുറെ നമുക്ക് ഒരു കാര്യത്തിലേക്ക് തുടങ്ങുമ്പോൾ നമുക്ക് കുറെ വീഴ്ചകൾ ഉണ്ടാവും. അങ്ങനെ വീഴ്ചയിൽ ഡെസ്പായിട്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും അവസരങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. തളരരുത്. കാരണം എനിക്കൊരു അവസരം കിട്ടാമെങ്കിൽ പിന്നെ എന്തായാലും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ധൈര്യത്തോടെ നിൽക്കും. പരിശ്രമിച്ചുകൊണ്ടിരുന്നാല് എന്നാണെങ്കിലും കയ്യിൽ വരും. തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും നല്ല നല്ല പ്രവർത്തികൾ ചെയ്യാൻ പറ്റട്ടെ, നല്ല സക്സസ് ആവട്ടെ. ഇനി സക്സസ് ആവാന്ന് വെച്ചാൽ ഇപ്പൊ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനിയും നടക്കാൻ പറ്റട്ടെ. പെട്ടെന്ന് തന്നെ നമ്മുടെ ബാബു ആന്റണി സാറിനെ കാണാൻ പറ്റട്ടെ, ഒരു ഫിലിമൊക്കെ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു.